Welcome all. In this section, we are going to discuss the fundamental theorem of calculus first form and the second form. Okay. ആദ്യം നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസിൻ്റെ ഫസ്റ്റ് ഫോമാണ് നോക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് സപ്പോസ് എഫ് ഫ്രം ക്ലോസ് ഡബിൾ എ ബി ടു ആർ ആൻഡ് ക്യാപിറ്റൽ എഫ് ഫ്രം ക്ലോസ് ഡബിൾ എ ബി ടു ആർ സച്ച് ദാറ്റ് ക്യാപിറ്റൽ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഡബിൾ എ ബി, capital F dash of x is equal to small f of x for every x element of AB minus E, where E is a finite set in closed double AB, and f element of RAB. Then we have integral a to b small f is equal to capital F of b minus capital F of a. Okay. സോ തിയറം പറയുന്നത് നമ്മുടെ കയ്യിൽ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, സ്മോൾ എഫും ക്യാപിറ്റൽ എഫും സെയിം ഡൊമൈൻ ആയിട്ട്. അതിൽ ക്യാപിറ്റൽ എഫ് കണ്ടിന്യൂസ് ആണ്. ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് സ്മോൾ എഫ് ആണ് എക്സെപ്റ്റ് ഫോർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ്, ആൻഡ് സ്മോൾ എഫ് എലമെൻറ്റ് ഓഫ് RAB ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി സ്മോൾ എഫ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ എന്നുള്ളതാണ് തിയറം പറയുന്നത്. ഓക്കെ, സോ വി വിൽ സീ ദ പ്രൂഫ്. ആദ്യം നമ്മൾ തിയറം പ്രൂവ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് സെറ്റ് എ കോമ ബി ആയിട്ട് അസ്യൂം ചെയ്തിട്ടാണ്. ഓക്കെ, ക്ലോസ് ഡബിൾ എ ബിയിൽ ഒരു ഫൈനറ്റ് സെറ്റാണ് ഇ. അപ്പോൾ അത് നമ്മൾ അറ്റത്ത് നിൽക്കുന്ന എൻ പോയിൻറ്റ്സ് ആയിട്ടുള്ള എയും ബിയും ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് പ്രൂഫ് എഴുതുന്നത്. ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കേസും നമുക്ക് ഇത് വെച്ച് പ്രൂവ് ചെയ്യാം. കാരണം ദ ജനറൽ കേസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ബ്രേക്കിംഗ് ദ ഇൻ്റർവൽ ഇൻ ടു ദ യൂണിയൻ ഓഫ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻ്റർവൽസ് വിത്ത് എൻ പോയിൻറ്റ്സ് ഇൻ ഇ. ഓക്കെ, അപ്പോൾ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റ് ആയതുകൊണ്ട്, ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൾക്കാരുള്ളൊരു സെറ്റ് ആയതുകൊണ്ട് ആ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സിൽ നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് വെച്ച് നമുക്ക് അവിടെ ജനറൽ കേസ് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു സെറ്റ് എ കോമ ബി എടുത്തിട്ട് നമുക്ക് ഈ പറയുന്ന റിസൾട്ട് എത്തിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂസ് എപ്സിലോൺ പോസിറ്റീവ്. നമ്മുടെ കയ്യിൽ 3 കണ്ടീഷൻസ് അസംഷൻ ആയിട്ടുണ്ട്. ക്യാപിറ്റൽ എഫ് കണ്ടിന്യൂസ് ആണെന്നും ക്യാപിറ്റൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ആണ് എക്സെപ്റ്റ് ഫോർ ദ പോയിൻറ്റ്സ് ഇൻ ഇ, ആൻഡ് സ്മോൾ എഫ് എലമെൻറ്റ് ഓഫ് RAB. ഓക്കെ, അപ്പോൾ അതിലാദ്യം സ്മോൾ എഫ് എലമെൻറ്റ് ഓഫ് RAB യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ എപ്സിലോൺ എക്സിസ്റ്റ് ചെയ്യും, such that modulus of S of P dot minus integral A to BF is less than epsilon for all tagged partitions P dot of AB with norm less than delta epsilon. Let it be equation number 1. Now we choose a partition of closed double AB with norm less than delta epsilon. Okay, now we have F is continuous on closed double AB, so F is continuous on each subintervals xi minus 1 xi for I equal to 1 to n. Okay, also we have f dash of x is equal to small f of x for every x element of AB minus E, means f is differentiable on open interval xi minus 1 xi for I equal to 1 to n. ഓക്കെ, അതായത് നമ്മുടെ കയ്യിൽ എഫ് ഡാഷ് ഈക്വൽ ടു സ്മോൾ എഫ് ആണെന്നുണ്ട് ഇയിലുള്ള പോയിൻറ്റ്സിന് ഒഴിച്ച്. ഇ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് എയും ബിയും ആണ്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ സബ് ഇൻ്റർവൽസിലേക്ക് നമ്മളത് നോക്കുകയാണെങ്കിൽ സബ് ഇൻ്റർവൽസിൻ്റെ എൻ പോയിൻറ്റ്സിൽ പറയേണ്ട, ബാക്കി ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നമുക്ക് പറയാം. ഓപ്പൺ ഇൻ്റർവൽ xi മൈനസ് 1 xi ഡിഫറൻഷ്യബിൾ ആണ്, ക്ലിയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ക്യാപിറ്റൽ എഫിന് കണ്ടിന്യൂറ്റിയും കിട്ടി, ഡിഫറൻഷ്യബിളിങ് കണ്ടിന്യൂറ്റി കിട്ടിയത് ക്ലോസ് ലെവൽ xi മൈനസ് 1 xi ഡിഫറൻഷ്യബിലിറ്റി കിട്ടിയത് ഓപ്പൺ ഇൻ്റർവൽ xi മൈനസ് 1 xi ഫോർ എവരി i ഈക്വൽ ടു 1 to n. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എഫിന് മീൻ വാല്യൂ തിയറം കൊടുക്കാം. ഫോർ ഈച്ച് i ഈക്വൽ ടു 1 to n നമുക്ക് ഓപ്പൺ ഇൻ്റർവൽ xi മൈനസ് 1 xi നിന്ന് ഓരോ പോയിൻറ്റ്സ് യുഐന് കിട്ടും, സച്ച് ദാറ്റ് മീൻ വാല്യൂ തിയറത്തിൻ്റെ കണ്ടീഷൻ, ദാറ്റ് ഈസ് എഫ് ഓഫ് xi മൈനസ് എഫ് ഓഫ് xi മൈനസ് 1 ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ui ഇൻറ്റു xi മൈനസ് 1. പക്ഷെ നമ്മുടെ കയ്യിൽ എഫ് ഡാഷ് ഓഫ് ui എന്ന് പറയുന്നത് എന്താണെന്നറിയാം, എഫ് ഓഫ് ui ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ അത് റീപ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു റിസൾട്ട് i ഈക്വൽ ടു 1 to n ട്രൂ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതെല്ലാം അവിടെ എഴുതുന്നുണ്ട്. ഐക്ക് 1 കൊടുത്തിട്ടും ഐക്ക് 2 കൊടുത്തിട്ടും എക്സെട്ര ഐക്ക് n കൊടുത്തിട്ടും കിട്ടുന്നതാണ് അടുത്ത സ്റ്റെപ്പിൽ അവിടെ എഴുതിയിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് എക്സ് എൻ, ലെഫ്റ്റിൽ എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ui ഇൻറ്റു xi മൈനസ് 1 എന്നാണ് നമുക്ക് കിട്ടുക. ലെഫ്റ്റിൽ നമുക്ക് എക്സ് എന്നും എക്സ് നോട്ടും എന്താണെന്ന് അറിയാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു സമ്മേഷൻ 1 to n എഫ് ഓഫ് ui ഇൻറ്റു xi മൈനസ് 1 കിട്ടും. ദാറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിട്ടുള്ള പാർട്ടീഷനിൽ നമ്മൾ ഓരോ സബ് ഇൻ്റർവെല്ലിൽ നിന്നും യുഐസിനെ കിട്ടി. ഓക്കെ, അപ്പോൾ ആ യുഐസ് ആയിട്ട് നമ്മൾ ആ സബ് ഇൻ്റർവെല്ലിൽ ടാഗ് സെറ്റ് ചെയ്തിട്ട് ക്യൂ ഡോട്ട് എന്ന് പറയുന്ന ഒരു ടാഗ്ഡ് പാർട്ടീഷൻ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ നമ്പർ 2 നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്ത് എഴുതാൻ പറ്റും? റൈറ്റിൽ കിടക്കുന്ന സമ്മേഷൻ എന്ന് പറയുന്നത്
ആ ടാഗഡ് പാർട്ടീഷൻ്റെ എസ് എഫ് ക്യൂ ഡോട്ടാണ് റീമാൻ സമ്മാണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് നമുക്ക് എന്ത് എഴുതാം? ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എസ് എഫ് ക്യൂ ഡോട്ട് എന്ന് എഴുതാം. പിന്നെ നമ്മൾ ഓൾറെഡി പാർട്ടീഷൻ എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ആണെന്ന്. അപ്പോൾ ആ പാർട്ടീഷനിലാണ് ടാഗ് വെച്ചിട്ട് നമ്മൾ ക്യൂ ഡോട്ടിന് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നോം ക്യൂ ഡോട്ട് ഈസ് ക്ലിയർലി ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ. സോ നമുക്ക് ഇക്വേഷൻ 1 ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മോഡ് എസ് എഫ് ക്യൂ ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ്. അതിൽ എസ് എഫ് ക്യൂ ഡോട്ടിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്യുമ്പോൾ മോഡ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും. ആൻഡ് സിൻസ് എപ്സിലോൺ ഈസ് ആർബിട്രറി, this will lead to say that integral a to b f is equal to capital F of b minus capital F of a. Okay, so this is the theorem. We have proven this theorem for capital A is equal to set a comma b, and the general case follows. Okay, next we have two definitions. One is a function capital F such that capital F dash of x equal to small f of x for every x element of AB is called an antiderivative or primitive of f on closed interval AB. ഓക്കെ, അതായത് സ്മോൾ എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ആകണം എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ആയിരിക്കണം ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് എ ബി. ഓക്കെ, ഇനി രണ്ടാമത്തത് ഇഫ് എഫ് എലമെൻറ്റ് ഓഫ് ആർ എ ബി then the function capital F defined by capital F of x is equal to integral a to x f for every x element of AB is called the indefinite integral of f with base point a. ഓക്കെ, എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ എഫ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ എഫിനെ ഡിഫൈൻ ചെയ്യുകയാണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഡബിൾ എ ബി. ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ എഫിനെ പറയുന്ന പേരാണ് സ്മോൾ എഫിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വിത്ത് ബേസ് പോയിൻറ്റ് എ. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്യണം. ആൻഡ് ദെൻ വി ഹാവ് എ തിയറം ഇൻ ബിറ്റ്വീൻ വിച്ച് ഈസ് ദ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് സ്മോൾ എഫ് element of RAB defined by capital F of x is equal to integral a to x f is continuous on closed double AB. In fact, if mod f of x is less than or equal to m for every x element of closed double AB, then mod f of x minus f of y is less than or equal to capital M into mod x minus y for every xy element of closed double AB. ഓക്കെ, ഈ തിയറം പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് സ്മോൾ എഫ് കണ്ടിന്യൂസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇൻഫാക്റ്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഇഫ് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെങ്കിൽ നമുക്ക് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു മോഡ് എക്സ് മൈനസ് വൈ എന്നുള്ള രൂപത്തിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. അത് നമ്മൾ ഈ പ്രൂഫിൻ്റെ ഇടയിൽ കാണുകയും ചെയ്യും. ഓക്കെ, സോ വി വിൽ സീ ദ പ്രൂഫ്. We have capital F of x is equal to integral a to x f for x element of closed double AB. If we choose small x and y element of closed double AB with x less than y, then capital F of y is equal to, by definition, integral a to y f, which can be written as integral a to x f plus integral x to y f by additivity theorem, and that is equal to capital F of x plus integral x to f, integral x to y f. Okay, that is capital F of y minus capital F of x is equal to integral x to y small f. Let it be equation number 1. Now we have f element of RAB. So by boundedness property we can say that f is bounded on closed double AB. So there exists an m such that mod f of x less than or equal to m for every x element of closed double AB. Let it be equation number 2. Also, since f element of RAB, we can say that for any xy element of closed double AB with x less than y, and by additivity theorem, f element of Rxy. Okay, അതായത് എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ എ ബി ആണെങ്കിൽ എഫിൻ്റെ റെസ്ട്രിക്ഷൻ ടു ദ ക്ലോസ്ഡ് ലെവൽ എക്സ് വൈ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ലെവൽ എ ബി ഇറ്റ് ഈസ് ക്ലിയർലി റീമാൻ ഇൻ്റഗ്രബിൾ അല്ലേ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ഡെഫിനിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ വി ക്യാൻ ഫൈൻഡ് ഡെൽറ്റ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് modulus of sf p dot minus integral x to y f less than epsilon for any tagged partitions p dot of xy with norm p dot is less than delta epsilon. ഇവിടെ നമ്മൾ കൊടുത്തത് എഫ് എലമെൻറ്റ് ഓഫ് ആർ എക്സ് വൈ എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മോഡുലസിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന സ്റ്റെപ്പാണ് അടുത്തത്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ എക്സ് ടു വൈ എഫ് മൈനസ് മോഡുലസ് ഓഫ് എസ് എഫ് പി ഡോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു modulus of s of p dot minus integral x to y f
which is less than epsilon. Okay, so from this we can write integral x to y f, which is less than or equal to modulus of integral x to y f, which is less than or equal to modulus of s of p dot plus epsilon. Let it be equation number 3. Now let p dot be any tagged partition of closed interval xy. Then modulus of s of p dot is equal to modulus of summation 1 to n f of ti into xi minus xi minus 1. മോഡുലസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മോഡ് എഫ് ഓഫ് ടി ഐ ഇൻറ്റു മോഡ് എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 വരും. ഇതിൽ എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 ഇസ് ഓൾവേസ് പോസിറ്റീവ്, അപ്പോൾ അവിടെ മോഡുലസിൻ്റെ ആവശ്യമില്ല. ഇനി മോഡ് എഫ് ഓഫ് ടി ഐ നമുക്കറിയാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെന്നുള്ളത് ഇക്വേഷൻ 2 പ്രകാരം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 വരും, വിച്ച് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് എൻ മൈനസ് എക്സ് നോട്ട്. അപ്പോൾ നമ്മൾ ക്ലോസ് ഇന്റർവൽ എക്സ് വൈയിലാണ് ഈ പാർട്ടിഷൻ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് എക്സ് എൻ വൈയും എക്സ് നോട്ട് എക്സുമാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എം ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. സോ മോഡ് എസ് എഫ് പി ഡോട്ട് എന്ന് പറയുന്നത് എം ഇൻറ്റു വൈ മൈനസ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 3 ഇത് കൊടുത്തു കഴിഞ്ഞാൽ we get modulus of integral x to y f is less than or equal to m into y minus x plus epsilon. This is true for every epsilon, and so we can say that modulus of integral x to y f is less than or equal to m into y minus x. Since epsilon is arbitrary, let it be equation number 4. And from equation 1 and 4 we can equation 1 കണ്ടത് modulus of f of y minus f of x is equal to integral x to y f എന്നായിരുന്നു. അപ്പോൾ രണ്ട് സൈഡ് മോഡുലസ് ഇട്ട് കഴിഞ്ഞാൽ ഇക്വേഷൻ 4 കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് എഴുതാം മോഡുലസ് ഓഫ് എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ എക്സ് ടു വൈ എഫ് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു മോഡ് വൈ മൈനസ് എക്സ് ഫോർ എവരി എക്സ് വൈ എലമെൻറ്റ് ഓഫ് ക്ലോസ് ഡബിൾ എ ബി എന്ന് എഴുതാം. So this means modulus of f of y minus f of x is less than or equal to m into mod y minus x. Okay, and so for any epsilon positive, choosing delta is equal to epsilon by m, we can write modulus of f of x minus modulus of f of y minus f of x is less than epsilon whenever mod y minus x is less than delta. This means that f is continuous on closed double AB. Actually f is uniformly continuous on closed interval AB since the delta depends only on epsilon. So clearly f is continuous on closed interval AB. So the indefinite integral നമ്മൾ ഡിഫൈൻ ചെയ്ത indefinite integral കണ്ടിന്യൂസ് ആണ് ഓൺ ക്ലോസ്ഡ് ഡബിൾ എ ബിയിൽ. ഓക്കെ, അതാണ് ഈ തിയറത്തിൻ്റെ പ്രൂഫ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് തിയറം, ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് സെക്കൻഡ് ഫോം. Statement is, let f element of RAB and let f small f be continuous at a point C element of closed interval AB. Then the indefinite integral capital F defined by capital F of x is equal to integral a to x f for every x element of AB is differentiable at C and capital F dash of C is equal to small f of C. Okay, theorem പറഞ്ഞത് എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്, സ്മോൾ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. സ്മോൾ എഫ് ഒരു പോയിൻ്റ് സി ക്ലോസ്ഡ് ഡബിൾ എ ബിയിലുള്ള ഒരു പോയിൻ്റ് സിയിൽ കണ്ടിന്യൂസ് ആണ് എങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ക്യാപിറ്റൽ എഫ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും ആ സി എന്ന് പറയുന്ന പോയിന്റിൽ, ആൻഡ് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് സി ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ വി വിൽ സീ ദ പ്രൂഫ്. ആദ്യം നമ്മൾ സി എലമെൻറ്റ് ഓഫ് ക്ലോസ് ഡബിൾ എ ബി എന്ന് നമുക്ക് ഉണ്ട്. അപ്പോൾ ആദ്യം ഫസ്റ്റ് കേസായിട്ട് നമ്മൾ സി എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ എഫ് ഈസ് റൈറ്റ് ഡിഫറൻഷ്യബിൾ അറ്റ് സി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സി എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ എ ബി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി സി എ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി റൈറ്റ് ഡിഫറൻഷ്യബിലിറ്റിയാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അടുത്ത കേസായിട്ട് നമ്മൾ എടുക്കുന്നത് ഓപ്പൺ ക്ലോസ്ഡ് എ ബി ആയിരിക്കും. അവിടെ നമ്മൾ ലെഫ്റ്റ് ഡിഫറൻഷ്യബിലിറ്റിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം let C element of closed open interval AB. We have f element of RAB and f is continuous at the point C. So by definition, corresponding to any epsilon, there exists delta positive such that mod f of x minus f of y is less than epsilon whenever C is less than or equal to x less than C plus delta. ഇവിടെ
സി മൈനസ് ഡെൽറ്റ എടുക്കാത്തതിൻ്റെ കാരണം സി എ ആവാനുള്ളൊരു സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലെഫ്റ്റിലേക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല ഡൊമെയിൻ പോയിൻറ്റ്സ്. അതുകൊണ്ട് നമ്മൾ റൈറ്റ് ഡിഫറൻഷ്യബിലിറ്റി മാത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി പ്ലസ് ഡെൽറ്റ എന്ന് പറഞ്ഞത്. സിയുടെ റൈറ്റ് സൈഡിലേക്കുള്ള ഡെൽറ്റ റേഡിയസുള്ള പോയിൻറ്റ്സിന് മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. സോ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. Now choose a real number h such that 0 less than h less than delta. Then we can write f is repair integrable over closed interval AC and closed interval A C plus h and closed interval C plus h. കാരണം ഇത് മൂന്നും സബ് ഇൻ്റർവൽസ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആയിട്ട് വരുന്നതാണ്. എ ബിയിൽ റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് നമുക്കറിയാം. Okay, and if we write capital F of C plus h minus capital F of C, which is equal to capital F of C plus h by definition integral A മുതൽ C plus h വരെ f ആണ്, മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് സി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ A to C f ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ എ മുതൽ സി പ്ലസ് എച്ച് വരെയുള്ള ഇൻ്റഗ്രലിനെ എ മുതൽ സി വരെ പ്ലസ് സി മുതൽ സി പ്ലസ് എച്ച് വരെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. മൈനസ് ഇൻ്റഗ്രൽ A to C f ഉണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ C to C plus h f. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. Now we have 0 less than h less than delta, and if x element of closed interval C plus h implies c less than or equal to x less than or equal to c plus h which is less than c plus delta. Okay, so equation 1 നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. So we get modulus of f of x minus f of c is less than epsilon. This implies modulus ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എന്നിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് റീമാൻ ഇൻ്റഗ്രൽസ് യൂസ് ചെയ്തിട്ട് മൂന്ന് സൈഡിലും ഇൻ്റഗ്രൽ കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എഫ് ലെസ് ദാൻ ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തേക്ക് വരും. അപ്പോൾ ബാക്കി ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എച്ച് ആയിരിക്കും. സോ വി ഗെറ്റ് എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ ഇൻറ്റു എച്ച് ഈസ് ലെസ് ദാൻ, പിന്നെ ഇൻ്റഗ്രൽ സി മുതൽ സി പ്ലസ് എച്ച് വരെ എഫ് എന്താ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് സി വിച്ച് ഈസ് ലെസ് ദാൻ എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ ഇൻറ്റു എച്ച്. ഓക്കെ, സോ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ എച്ച് we get the next step, and if we combine we can see that modulus of f of c plus h minus f of c by h minus f of c small f of c is less than epsilon. Okay, this means that since epsilon is arbitrary, limit h tending to 0 plus capital F of c plus h minus f of c by h is equal to f of c. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എഫ് റൈറ്റ് ഡിഫറൻഷ്യബിൾ ആണ് സി എന്ന് പറയുന്ന പോയിന്റിൽ. ആ സമയത്ത് അതിൻ്റെ റൈറ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സ്മോൾ എഫ് ഓഫ് സി ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതേപോലെ നമുക്ക് സി എലമെൻറ്റ് ഓഫ് ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഷോ ദാറ്റ് എഫ് ഈസ് ലെഫ്റ്റ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ആൻഡ് ഇറ്റ്സ് ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഈസ് അഗെയിൻ സ്മോൾ എഫ് ഓഫ് സി. സോ സി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ലെഫ്റ്റ് ഡിഫറൻഷ്യബിളും റൈറ്റ് ഡിഫറൻഷ്യബിളും കിട്ടി, അതിൻ്റെ വാല്യൂ സെയിം ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഫോളോസ് ദാറ്റ് ക്യാപിറ്റൽ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ദ പോയിന്റ് സി എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് സി. ഓക്കെ, സോ സ്മോൾ എഫ് കണ്ടിന്യൂസ് ആയിട്ടുള്ള സി എന്ന് പറയുന്ന പോയിന്റിൽ ക്യാപിറ്റൽ എഫ് ഡിഫറൻഷ്യബിൾ ആണ് എന്ന് നമുക്ക് കിട്ടി. സോ ദിസ് ഇസ് ദ പ്രൂഫ് ഓഫ് ദ തിയറം. താങ്ക് യു.